ബാലതാരമായിട്ടാണ് ഗോപിക അനിൽ അഭിനയ ലോകത്തേക്ക് എത്തിയത്. മോഹൻലാലിന്റെയും ദിലീപിന്റെയും മക്കളായി ഗോപികയും സഹോദരിയും സജീവമായൊരു കാലമുണ്ടായിരുന്നു. വളർന്നപ്പോൾ സീരിയലുകളിലേക്ക് ചുവടുമാറ്റി. കബനി പോലുള്ള സീരിയലുകളിൽ അഭിനയിച്ചുവെങ്കിലും താരമാക്കിയത് സാന്ത്വനം തന്നെയാണ്. ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്തിരുന്ന സാന്ത്വനം സീരിയലിലെ അഞ്ജലി എന്ന കഥാപാത്രത്തിലൂടെയാണ് ഗോപിക പ്രേക്ഷക മനസ്സിൽ ഇടം നേടിയത്. സീരിയലും കഥാപാത്രവും വൻ ഹിറ്റായി മാറി. സീരിയൽ അവസാനിച്ചതും ഗോപികയുടെ കല്യാണം കഴിഞ്ഞതും 2 ദിവസത്തിന്റെ വ്യത്യാസത്തിൽ മാത്രമാണ്. എന്നാൽ ഗോവിന്ദ് പത്മസുരയുമായുള്ള വിവാഹത്തിന് ശേഷം ഗോപിക അനിൽ പൂർണ്ണമായും മാറി. വിവാഹശേഷം കരിയർ മുന്നോട്ട് കൊണ്ടുപോകും, അത് ഗോപികയുടെ പ്രൊഫഷനാണെന്ന് ജിപിയും പറഞ്ഞിരുന്നു. ഒരേ ഇൻഡസ്ട്രിയിലെ ആളുകളായത് കാരണം അക്കാര്യത്തിൽ അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അതല്ല വിഷയം. വിവാഹത്തിന് ശേഷം ഗോപിക സീരിയൽ ലോകത്തോട് തന്നെ വിട പറഞ്ഞു. സാന്ത്വനത്തിന് ശേഷം മറ്റ് സീരിയലുകൾ ഒന്നും തന്നെ നടി ഏറ്റെടുത്തില്ല. വിവാഹത്തിന് ശേഷം അച്ചു സുഗന്ധ് സംവിധാനം ചെയ്ത പെണ്ണിനെ ഇഷ്ടമായി എന്ന ഹസ്രചിത്രം പുറത്തു വന്നിരുന്നു. ഇപ്പോൾ ഗോപിക പ്രാധാന്യവും പ്രയോറിറ്റിയും നൽകുന്നത് സിനിമയ്ക്ക് തന്നെയാണ്. ബിഗ് സ്ക്രീനിൽ കൂടുതൽ ശ്രദ്ധിക്കാനാണ് ഗോപികയുടെ തീരുമാനം. അതിന്റെ തുടക്കമാണ് സുമതി വളവ് എന്ന ചിത്രം. സിനിമയുടെ പ്രൊമോഷൻ എല്ലാം ഇപ്പോൾ ഗോപികയുടെ സോഷ്യൽ മീഡിയയിലൂടെ നമുക്ക് കാണാനും കഴിയും. വലിയ അനുഗ്രഹമാണ് അതൊരു. ഇപ്പൊ നമ്മൾ മനോരാജ്യത്തിന്റെ പ്രൊമോഷന് കോളേജുകളെ ഗോവിന്ദ് പത്മസൂര്യ, നമസ്കാരം. നമസ്കാരം. ഞാൻ കിട്ടുണ്ണി, കെന്ന ഷോയുടെ ഒരു ഭാഗമാണ്. സുന്ദരനും സുമുഖനും സുശീലനുമായ ഞങ്ങളുടെ സ്വന്തം ജിപിക്ക് കെന്ന ഷോയിലേക്ക് സ്വാഗതം. ഇത് ഞങ്ങളുടെ കിട്ടുണ്ണിയാണ്. ഞാൻ വിചാരിച്ചു ഈ സംസാരിച്ചോണ്ടിരിക്കുമ്പോ അത് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പുതിയ മെത്തേഡാണ്. ജിപി ഒരുപാട് സംസാരിക്കും, അപ്പൊ എവിടെയെങ്കിലൊക്കെ ബ്രേക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് കിട്ടുണ്ണിയെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ബട്ട് നൈസ്. കിട്ടുണ്ണി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചില ക്വസ്റ്റ്യൻസ് ജിപി ചേട്ടനെ പറ്റിയൊക്കെ ഇങ്ങനെ അന്വേഷിച്ച് ഇടയ്ക്കിടയ്ക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് വരും. അപ്പൊ നമ്മൾ ജസ്റ്റ് ആൻസർ ചെയ്താൽ മതി. കെന്നയ്ക്ക് ചീത്ത കേൾക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പരിപാടി കിട്ടുണ്ണിയെ ഏൽപ്പിച്ചിരിക്കുന്നു. ഓക്കെ, കിട്ടുണ്ണിനെ ഞാൻ പറഞ്ഞ് സെറ്റ് ആക്കി വെച്ചേക്കാണ്. ഓക്കെ, അപ്പൊ പ്രൊമോഷൻസിനൊന്നും ഞങ്ങൾക്ക് കോളേജുകളെ അങ്ങോട്ട് ഞങ്ങളുടെ ആവശ്യമാണ് പ്രൊമോട്ട് ചെയ്യാന്നുള്ളത്. കോളേജസ് കിട്ടാൻ ഞങ്ങളുടെ ആവശ്യം, പക്ഷെ അതിന്റെ ഒരു ആവശ്യം വരുന്നില്ല. ലൈക്ക് നമ്മളെ കോളേജസ് ഇങ്ങോട്ട് അപ്രോച്ച് ചെയ്തിട്ട് ജിപി ചേട്ടന് വരാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നില്ല. വെരി വെരി ഹാപ്പി അബൌട്ട് ഇറ്റ്. ഈശ്വരാനുഗ്രഹമാണ്. അപ്പൊ ചേട്ടനെ ഞാൻ ഇന്റർവ്യൂസ് ഒക്കെ ഞാനിപ്പോ വരാൻ നേരത്ത് ഞാൻ കണ്ടപ്പോഴത്തേനും ചേട്ടൻ ഷോർട്ട് ഫിലിമിലൂടെയാണ് അല്ലെ കോളേജിൽ വെച്ച് കോളേജ് ടൈമിൽ ഒരു ഷോർട്ട് ഫിലിം, അത് എന്താ ഒരു ചെറിയൊരു ക്യാമറ കിട്ടിയപ്പോ എന്താ ഫോൺ 2006 ഐ മീൻ ഡിഗ്രിക്ക് പഠിക്കുന്ന കാലത്ത്. അതെ, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജേർണലിസം കോഴ്സ് ഉണ്ടായിരുന്നു കോളേജിൽ. ഞാൻ ജേർണലിസം സ്റ്റുഡന്റ് ആയിരുന്നില്ല. ജേർണലിസം പഠിക്കണം എന്നുള്ള ആഗ്രഹത്തിലാണ് കോളേജിൽ പോയത്. പക്ഷെ അവിടെ സീറ്റ് ഫില്ലായി പോയി. അപ്പൊ ഞാൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ, എക്കണോമിക്സ്, സോഷ്യോളജി, പിന്നീട് MBA അങ്ങനെ പോയി. പക്ഷെ അവിടെ ഒരു ഷോർട്ട് ഫിലിം ചെയ്ത് ആ സംഭവം കണ്ടാണ് എനിക്ക് ആദ്യത്തെ സിനിമ വരെ വരുന്നത്. അതൊരു വലിയ എഗെയിൻ ഭാഗ്യമാണ്. എന്നെ തേടി വരുമായിരുന്നു എന്ന് വെച്ചാൽ വള്ളുവനാടൻ സ്വഭാവമുള്ള ഒരു കഥാപാത്രമായിരുന്നു. വള്ളുവനാട്ടിലുള്ള ഒരാളെ വേണം, പുതിയ പയ്യൻ വേണം, പക്ഷെ വള്ളുവനാടൻ സ്ലാങ്ങുമായിട്ട്. ഇപ്പൊ ഞങ്ങളുടെ ഭാഷയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ഇപ്പൊ ഞാൻ സംസാരിക്കുമ്പോ തന്നെ ഒരു പ്രത്യേകത ഉണ്ട്. ആ സ്വഭാവമുള്ള നന്ദനാരുടെ ആത്മാംശം നിറഞ്ഞ കഥാപാത്രമായിരുന്നു. അപ്പൊ വള്ളുവനാട് നടക്കുന്ന ഒരു കഥയായിരുന്നു. അപ്പൊ ആ സംസാരവുമായിട്ട് ഒന്നെങ്കിൽ ആ സംസാരമായി ബന്ധം, ആ സംസാരം കേട്ടിട്ടുള്ള ഒരാളായിരിക്കണം എന്നുള്ളതുകൊണ്ട് ആ നറുക്ക് എനിക്ക് വീണു. അത്രേ ഉള്ളൂ. സ്റ്റേറ്റ് അവാർഡും 5 സ്റ്റേറ്റ് അവാർഡ് കിട്ടി. എങ്ങനെ സാധിക്കുന്നു? ഈ സങ്കടവും നിരാശയും ദേഷ്യവും പരിഭവവും എല്ലാം ഉള്ളിലൊതുക്കി എങ്ങനെ ജിപിയുടെ മുൻപിൽ കെന്നയ്ക്ക് ഇരിക്കാൻ കഴിയുന്നു? ഷാജിപ്പാപ്പന്റെയും കെന്നയുടെയും വലിയൊരു മാരേജ് ഇൻവിറ്റേഷൻ ആണ് ജിപി സാധിച്ചു കൊടുക്കുന്നത്. എനിക്ക് ഭയങ്കര സങ്കടമുണ്ട്. കിട്ടുന്ന റൂട്ട് പോയപ്പോ ഞാൻ വേറെ എന്താണ് വിചാരിച്ചത്, പക്ഷെ കുഴപ്പമില്ല. ശരിയാണ്, നിങ്ങളുടെ കല്യാണം അറ്റൻഡ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൂസ് എനിക്ക് വളരെ നേരത്തെ ഹെഡ്സപ്പ് തന്നിരുന്നു. ഞാൻ വരാമെന്നും പറഞ്ഞിരുന്നു. പക്ഷെ എനിക്ക് വരാത്തതിന് വളരെ വ്യക്തമായ കാരണമുണ്ട്. അന്നായിരുന്നു ഗോപികയുടെ സുമതി വളവിന്റെ ലോഞ്ച്. അപ്പോ അഭിലാഷ് എന്റെ ഒരു 6-7 വർഷമായി, മീൻസ് കുറെ വർഷമായിട്ട് അദ്ദേഹം എന്റെ സുഹൃത്താണ്. ഞങ്ങൾ അത്രയും കാലമായിട്ട് ഞങ്ങൾക്ക് അറിയാം. അപ്പോ അഭിലാഷും എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു വ്യക്തിയാണ്. അഭിലാഷ് അത് തൊട്ട് ഇനി ഒരു ബിൽഡപ്പ് നടക്കണം. അല്ല, ബേസിക്കലി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അഭിലാഷ് പ്രോഗ്രാം കഴിഞ്ഞിട്ടാ വന്നു. എത്ര മണിക്കാ അഭിലാഷ് വന്നു? 11:30. അത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ കല്യാണം. അത് എന്റെ അടുത്ത് ഇൻഫോം ചെയ്തിരുന്നില്ല. എനിക്ക് തന്ന സമയം 7 മണിയായിരുന്നു. അത് 7 മണിയായിരുന്നു. 11 മണിക്കൊക്കെ കല്യാണം, രാത്രി 11 മണിക്ക് കല്യാണത്തിന് വരാൻ പറ്റും എന്നുള്ളത് ഞങ്ങൾ വിചാരിച്ചില്ല അത്ര നീണ്ടു പോകുന്നു. പക്ഷെ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോ അത്രയായി. ഞാൻ ശരിക്കും അതുകൊണ്ടാണ്. കാരണം അഭിലാഷിന്റെ ലോഞ്ച് അഭിലാഷിന്റെ അടുത്ത പടം ഗോപികയുടെ ലോഞ്ച് എന്ന് പറയുന്നത് എനിക്ക് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആ പ്രൊജക്ടില്. സുമതി വളവില് എന്റെ അടുത്ത് പല ആൾക്കാരും ചോദിക്കുന്നുണ്ട് നിങ്ങൾ ആ പ്രൊജക്ടിൽ ഉണ്ടോ എന്ന് വരെ ചോദിക്കുന്നുണ്ട്. പക്ഷെ ഐ എം വെരി എക്സൈറ്റഡ്. കാരണം
അഭിലാഷ് ഈസ് ലൈക്ക് എ ബ്രദർ. അതെ. അപ്പൊ അദ്ദേഹത്തിന്റെ പ്രൊജക്ട് എന്നുള്ളതും എന്റെ എക്സൈറ്റ്മെന്റ് ആണ്. ഗോപിക അതിന്റെ ഭാഗമാവുന്നു എന്നുള്ളതും എന്റെ എക്സൈറ്റ്മെന്റ്. ഞാനും അഭിലാഷും കുറേ പ്രൊജക്ട്സുകൾ ഇതിനു മുമ്പും ഡിസ്കസ് ചെയ്തിരുന്നു. പക്ഷെ എന്തോ നിമിത്തം പോലെ അതല്ല സംഭവിച്ചത് ഇതാണ്. സോ ദിസ് ഇസ് ലൈക്ക് മൈ പ്രൊജക്ട്. അപ്പൊ ആ ലോഞ്ച് എന്നുള്ളത് എനിക്ക് അത്രയും ഇമ്പോർട്ടന്റ് ആയിരുന്നു. എനിക്ക് പിന്നെ എന്റെ സാന്നിധ്യം അവിടെ ആവശ്യമായിരുന്നു, ഗോപിക്ക് ആവശ്യമായിരുന്നു, എനിക്ക് നന്നായിട്ട് അറിയാം. അത് കഴിഞ്ഞ് വരണം എന്നുണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ 9:30 അങ്ങനെ എപ്പോഴും ആയി. പിന്നെയും ഇതിന്റെ ഹാങ് ഓവറിലായിരുന്നു നമ്മൾ. ഫാമിലി എല്ലാവരും ഉണ്ടായിരുന്നു, രണ്ടുപേരുടെ ഫാമിലിയും ഒരുമിച്ചുണ്ടായിരുന്നു. സോ വി വെർ വെരി എക്സൈറ്റഡ് അബൌട്ട് ദറ്റ്. ആ ഒരു മൊമെന്റ് ഞങ്ങൾ ചെറിഷ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അല്ലെങ്കിൽ വേറൊരു ദിവസമായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അത് അറ്റൻഡ് ചെയ്തിരുന്നു. ഞാൻ വീഡിയോസ് ഒക്കെ കണ്ടിരുന്നു. സുരേഷ് ഏട്ടനൊക്കെ വന്നിരുന്നു അല്ലേ? ഞാൻ വീഡിയോസ് കണ്ടിരുന്നു. അപ്പൊ എനിക്ക് മനസ്സിലായിരുന്നു. പക്ഷെ എനിക്ക് ഇവിടെ കിട്ടിയില്ലേ, കിട്ടുണ്ടേ ഷോയിൽ വന്നു. ഓക്കെ. പിന്നെ എങ്ങനെയാണ് ഒരു ആങ്കറിങ് അല്ലെങ്കിൽ D4 ഡാൻസിലേക്കുള്ള എൻട്രി? എങ്ങനെ? അതും ഒരു ആക്സിഡന്റ് ആയിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ 8.25 സെക്കൻഡ് എന്ന് പറഞ്ഞൊരു പടം പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ 113 റിമി ടോമിയുടെ ഷോയിലുള്ള എന്റെ പ്രോബബ്ലി എന്റെ എനർജി, ദാറ്റ് ഇസ് വാട്ട് യമുന സേസ്. യമുനയാണ് എന്റെ ഡയറക്ടർ. കണ്ട് യമുന 2-3 തവണ വിളിച്ചു. ഞാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു. ആ സമയത്ത് വേറെ പരിപാടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ആക്ടർ ആവണമെന്നായിരുന്നു. കാരണം ഞാൻ എന്റെ സിനിമയായിരുന്നു. കാരണം അലോഷ്യസിൽ ഈ ഷോർട്ട് ഫിലിം ഒക്കെ ചെയ്ത് ഇനി അടുത്ത സിനിമ അതായിരുന്നു. ടെലിവിഷൻ ഞാൻ കാണാറില്ല, ഞാൻ റിയാലിറ്റി ഷോസ് ഒന്നും കാണാത്തളാ. ഞാൻ ക്രിക്കറ്റ് കളി കാണാനും സിനിമ കാണാനും വേണ്ടി മാത്രം TV കണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ടെലിവിഷൻ, എനിക്ക് റിയാലിറ്റി ഷോസ് എങ്ങനെയാ വർക്ക് ചെയ്യാൻ അറിയില്ല, അല്ലെങ്കിൽ അത് എൻ്റെ ഒരു മേഖലയായിരുന്നില്ല. ഇപ്പൊ D4 ഡാൻസ് ഞാൻ അറിയും, അല്ലെങ്കിൽ മറ്റു കുറെ ആമ്പിള്ളേരെ പോലെ ഞാനും അറിയില്ലായിരുന്നു ഞാൻ അതിലില്ലായിരുന്നെങ്കിൽ. കാരണം അങ്ങനത്തെ ഷോകളൊന്നും ഇപ്പൊ ഇവിടുത്തെ വളരെ പോപ്പുലർ ആയിട്ട് ഷോസ് ഒന്നും ഞാൻ കാണുന്നില്ല. പക്ഷെ എന്നെ വിളിച്ചു, എനിക്കെന്തോ അത് നിമിത്തമായിരുന്നു. അത് എന്റെ ജീവിതമേ മാറ്റിമറിച്ചു. അതെ, അവിടെ നോട്ടാണ് GP അല്ലെ, ഗോവിന്ദ് പത്മസൂരി ആയിരുന്നു. GP ഇതിനു മുന്നേ വിളിച്ചിട്ടുണ്ടോ? സ്കൂളിൽ പഠിക്കുമ്പോൾ. പിന്നെ ഞങ്ങൾ എല്ലാരും GP ചേട്ടാ അന്ന് തൊട്ട് വിളിക്കാൻ തുടങ്ങിയ ആ ഒരു വിളിപ്പേരാണ് അല്ലെ. അത് ശരിക്കും പറഞ്ഞ ഒരു ഭാഗ്യല്ലേ ഒരാളെ സംബന്ധിച്ചിടത്തോളം. ഗോവിന്ദ് പത്മസൂരി എന്നുള്ള പേര് എന്റെ ആരും വിളിക്കില്ലായിരുന്നു. അപ്പൊ എനിക്ക് ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു. എന്റെ പേര് ആരും വിളിക്കില്ല, ഒന്നുകിൽ ഗോവിന്ദ് അല്ലെങ്കിൽ പത്മ അല്ലെങ്കിൽ സൂര്യ. പക്ഷെ GP എന്ന് പറഞ്ഞപ്പോ ഗോവിന്ദ് പത്മസൂര്യ ഷോർട്ട് ആയല്ലോ, അത് എല്ലാവർക്കും വിളിക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമായി. എനിക്ക് തോന്നുന്നു ആദ്യം ജുവൽ മേരിയും GP ചേട്ടനായിരുന്നു കോംബോ. അതിലേറെ കുറച്ചും കൂടെ GP ചേട്ടൻ എനർജറ്റിക്, അല്ലെങ്കിൽ കുറച്ചും കൂടെ ഒരു എന്റെ എനർജി അല്ല, കോമ്പിനേഷൻ ക്ലിക്ക് ആയത് പേളി ആയിരുന്നു. എനർജറ്റിക് എന്ന് പറഞ്ഞാൽ ഈ ജ്വല്ല് ഭയങ്കര ഒരു ഗംഭീര ആങ്കർ ആയിരുന്നു. അതുകൊണ്ടെന്ന് തന്നെ സ്റ്റേജ് മൊത്തം അവളുടെ കയ്യിലായിരുന്നു. ഈ ഞാൻ പറഞ്ഞ സ്കൂളിൽ കയറി അതേ പ്രശ്നമായിരുന്നു. CIRS ഇംഗ്ലീഷ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചുറ്റും നിൽക്കുന്ന നമ്മളെക്കാൾ വൻ പരിപാടികളാണ്. ജ്വല്ല് അങ്ങനത്തെ ഒരാളായിരുന്നു. എന്നെക്കാൾ അടിപൊളി. ഞാനൊരു അവതാരകനൊന്നും ആയിരുന്നില്ല, ഞാൻ വഴിയേറ്റി വന്നാണല്ലോ. ജ്വല്ലിനെ 350 പേരെ ഓഡിഷൻ ചെയ്തിട്ട് എടുത്ത ആളാ ജ്വല്ല്. എന്നെ 1-1-3 ഞാൻ കിടന്ന് ബഹളം ഉണ്ടാക്കി എന്ന് പറഞ്ഞിട്ട് പിടിച്ചുവലിച്ചുകൊണ്ടത് എന്നെ ഇല്ല. അപ്പൊ ഇത് രണ്ടും ഭയങ്കര അന്തരമാണ്. കാരണം ഈ കുട്ടി ഒരുപാട് സ്റ്റേജ് ഷോകളും പരിപാടികളും ഒക്കെ ചെയ്ത് കറ കളഞ്ഞൊരു ആങ്കർ ആയിരുന്നു. ഞാനിവിടെ എന്തോ ഭാഗ്യത്തിന് അവര് പിടിച്ചു വലിച്ചു കൊടുത്തിട്ട് എന്നെ പിടിച്ചു നിർത്തിയതാ. അപ്പൊ ഇത് രണ്ടും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് സംസാരിക്കാനൊന്നും വരുന്നില്ല. കാരണം ഇവര് സംസാരം നിർത്തിയാലും എനിക്ക് സംസാരിക്കാം. പിന്നെ എനിക്കിത് എന്താ പറയണെന്ന് അറിയണില്ല. ഇപ്പം എനിക്ക് സംസാരിക്കാൻ അറിയണ്ടല്ല, പക്ഷെ അവതരണത്തിൽ ഞാൻ എന്താ പറയേണ്ടത്, ഇത് ഭയങ്കര ഫോർമലാണ്, ഒന്നും മനസ്സിലാവുണ്ടായിരുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ആ ഷെല്ല് ബ്രേക്ക് ചെയ്തോടുകൂടി പിന്നെ ഞാൻ അവതരണമൊന്നുമല്ല, അവിടെ ഞാൻ പൂണ്ട് വിളയാടുന്നു, മറ്റേ കണ്ടസ്റ്റൻസ് ആയിട്ട് തമാശകൾ, അവരായിട്ട് ചിലപ്പോ കുസൃതികൾ, അവരുടെ പിന്നാലെ നടക്കുന്നു, മറ്റേ ജഡ്ജസിനെ വേർപ്പിക്കുന്നു. ഇതൊക്കെ ഞാൻ അടിപൊളി ചെയ്യുന്ന പരിപാടിയാണ്. അങ്ങനെ കയറിയപ്പോ പിന്നെ ജ്വല്ല് അവതരണം മാത്രമായി ഞാൻ ഇതായി. എനർജി കൂടാൻ കാരണം എന്ന് വെച്ചാൽ എന്റെ അതേപോലെയായിരുന്നു പേളി. കാരണം ഞാൻ വിചാരിച്ച ഈ അവതരണത്തിൽ ഏറ്റവും മോശം ഞാനാന്നാ.